നമസ്തേ, സ്വാഗതം ബീറ്റോൺ ഓർഗാനിക്സിന്റെ 74ാമത് എപ്പിസോഡിലേക്ക്. ഈ ചുവന്ന വസന്തം നമുക്കായി തീർത്ത 6 മാസത്തോളം ഈ ചുവന്ന പരവതാനി നമുക്കായി വിരിക്കുന്ന ഈ ചെടി അല്ലെങ്കിൽ തൃക്കാക്കര അപ്പനെ ഒരുക്കാനും പൂക്കളിടാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഈ ചെടി ഞങ്ങളുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന കൃഷ്ണകിരീടം എന്നാണ് കേട്ടോ. ഹനുമാൻ കിരീടം, പെരു, കൃഷ്ണമുടി, 6 മാസച്ചെടി, കാവടിപ്പൂവ്, റെഡ് പഗോഡ ട്രീ, എങ്ങനെ പല പേരിലും അറിയപ്പെടുന്നത്. ഇതിൻ്റെ പേരിങ്ങനെ വരാൻ കാരണം ഇതിൻ്റെ ഈ പൂക്കളുടെയും ആ പൂവിൻ്റെ ആകൃതി തന്നെയാണ് കേട്ടോ. ഒരു കാവടിയുടെയോ അല്ലെങ്കിൽ ഒരു പഗോഡയുടെയോ കിരീടം പോലെയുള്ള ഒരു ആകൃതിയാണ്. 6 മാസത്തോളം ആവും ഇതൊന്ന് മുഴുവനും പൂത്ത് ആ പൂക്കൾ കൊഴിഞ്ഞെടുക്കാനായിട്ട്. നമ്മുടെ പെരുക്, വട്ടപ്പെരുക് എന്നൊക്കെ പറയണ, പെരുകിലം എന്നൊക്കെ പറയുന്ന അതിൻ്റെ ബന്ധുവാണ് അത്. ആ പ്രോപ്പർട്ടീസും കുറേ കണ്ട് കേട്ടോ. ആ ഒരു വെള്ളപ്പൂക്കൾക്ക് പകരം ഇതൊരു ചുവന്ന പൂവാണെന്ന് മാത്രം. തണലുള്ള പ്രദേശത്താണ് കാണുന്നത്. ശലഭങ്ങളെ ആകർഷിക്കുന്നുണ്ട്. മലേഷ്യൻ വിശ്വാസപ്രകാരം മരിച്ചു പോയോരേനെയും കൂടി തിരിച്ചു കൊണ്ടുവരാനുള്ള അത്രയും ശക്തി ഇതിനുണ്ട് എന്നാണ് പറയണത്. നെഗറ്റീവ് എനർജി പരക്കല്ലാണ്ടേക്കുന്ന ഒരു വിശ്വാസമുണ്ട്. കീടനാശിനിയായിട്ട് ഇതിൻ്റെ ഇലകൾ, അതേപോലെ ഈച്ചകൾ വരാണ്ടിരിക്കാനായിട്ട് വേപ്പെണ്ണയിൽ കാച്ചിയിട്ട് പൊള്ളൽ ആയിട്ടുള്ള പാടുകളിൽ തേക്കാറുണ്ട്. പനി, നീര്, കിഡ്നിയുടെ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, പിന്നെ നീരൊഴിഞ്ഞു പോവാൻ, കിഡ്നി രോഗങ്ങളുള്ള ആൾക്കാർക്ക് മൂത്രം ഒഴിഞ്ഞു പോകാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇല അരച്ചതും തുല്യ അളവ് എണ്ണയും കൂടി എടുത്തിട്ട് മുടിയിൽ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താരനൊക്കെ മാറും പറയുന്നുണ്ട്. പൂവ് അരച്ചത് ഇതേപോലെ ചതച്ച് തേച്ച് കഴിഞ്ഞു വെച്ചാൽ മുറിവും കലോളൊക്കെ മാറുമെന്ന് പറയുന്നുണ്ട്. ആൻറ്റി വൈറസ് ആണ്, ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളുണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഇല അരച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇലയും പുല്ലാനിയുടെ ഇലയും കൂടിയും തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ കുട്ടികളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ബാലചികിത്സ പ്രകാരം കുട്ടികളുടെ കരപ്പൻ, ഒരു പ്രത്യേക കരപ്പൻ, 64 ഇനം കരപ്പനിൽ ഒരു കരപ്പൻ മാറുമെന്ന് പറയുന്നുണ്ട് വെള്ളത്തിൽ കുളിക്കാനായിട്ട്. വയറ് വീർപ്പ്, മലബന്ധം ഇതൊക്കെ മാറുന്നുണ്ട്.